ഹലോ ഗായ്സ്, നമ്മൾ പോകുന്നത് ബഡാ ബസാറിലേക്കാണ്. അവിടെ ഭയങ്കര ഓഫറാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു എന്നറിയാം. എന്നാലും മേടിക്കാത്തവരുണ്ടാവില്ല, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയതിനെക്കാട്ടും കുറേ സാധനങ്ങളൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. അപ്പൊ കട ആകെ കുറച്ച് സാധനങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ സാധനത്തിനും അവിടെ ഭയങ്കര ഓഫറൊക്കെ ഉണ്ട്. ബാഗിനും കുഴപ്പമില്ലാത്ത ഓഫറൊക്കെ ഉണ്ട്. 200 രൂപയൊക്കെ നല്ല ക്വാളിറ്റി ബാഗൊക്കെ അവിടെ ഉണ്ട്. ബുക്സിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു. 5 എടുത്താൽ 6 ഫ്രീ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ വരവ് വന്നേക്കുന്നത് കസിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു ബാക്ക് ടു സ്കൂളിൻ്റെ തന്നെ. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ചെന്നപ്പോഴാണെങ്കിൽ അന്ന് പോയതിനെക്കാട്ടും കുറച്ചും കൂടി ക്യൂട്ട് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ ബാഗുകളും പെൻസിലുകളും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ബാഗുകളും ചെരുപ്പുകളും ഷൂസുകളും അങ്ങനെ പാത്രങ്ങളും കുറേ ഒരു വീട്ടിലേക്ക് വേണ്ട ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ കടയിൽ 3 ഫ്ലോറുകളാണ് അവിടെ ടോട്ടൽ ഉണ്ടായിരുന്നത്. 2ാമത്തെ ഫ്ലോറിൽ ചെരുപ്പും അങ്ങനത്തെ ഐറ്റംസും, 3ാമത്തേൽ ചില്ലിൻ്റെ പാത്രങ്ങളും അടുക്കള സാധനങ്ങളും അങ്ങനെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ പ്ലേറ്റുകൾക്കൊക്കെ ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു. നമ്മളിവിടെ നിന്ന് എടുത്തത് ഒരു ബാഗും പിന്നെ ഒരു 2 ബാഗും പിന്നെ എന്തോ ചില്ലിൻ്റെ ഒരു ബൗളുമാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തത്. മുന്നത്തേനേക്കാട്ടും കുറച്ച് കുറവായിരുന്നു സാധനങ്ങളൊക്കെ. നമ്മളിപ്പോൾ പോകുന്നത് മുകളിലോട്ടാണ്. മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഷൂസും ചെരുപ്പുകളൊക്കെ ആയിരുന്നു. ഫ്രെയിമിൻ്റെ ഒക്കെ വലിയ കളക്ഷൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മുകളിലേക്ക് ചെന്നപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തതൊക്കെ. ചെരുപ്പുകൾ കുറച്ച് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ബാഗുകളൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ചെരുപ്പുകളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ പിന്നെ ചെരുപ്പൊക്കെ മേടിച്ചുകൊണ്ട് പിന്നെ മേടിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമ്മളൊന്ന് വെറുതെ നോക്കി. ഈ ബാഗിൻ്റെ ഒക്കെ സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര എസ്തറ്റിക് ആൻഡ് എലഗൻറ്റ് ലുക്കിലായിരുന്നു ആ ബാഗൊക്കെ കാണാൻ. പിന്നെ കുറേ ചെരുപ്പുകളൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് പൊടിയൊക്കെ പിടിച്ചിട്ട് കുറേയൊക്കെ കഴിഞ്ഞ് കിടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഈ മൂലയിലോട്ട് പോവുകയാണ്. മൂലയിൽ ഞാൻ പറഞ്ഞപ്പോൾ ചില്ലിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ ബാഗുകളൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കൂട്ടത്തിലത്തൊരു ബാഗാണ് നമ്മൾ മേടിച്ചത്. കുറോമീൻ്റെ ഒരു ബാഗാണ് നമ്മൾ മേടിച്ചത് അവിടെ നിന്ന്. പിന്നെ എൻ്റെ അമ്മച്ചിയുടെ ഫേവറേറ്റ് ബാഗും ചില്ലിൻ്റെ സാധനങ്ങളൊക്കെയാണ്. അവിടെ എത്തിയപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് ആകെ ബലിയായി. നമ്മൾ എടുത്ത ബാഗ് ഈ ഒരു കുറോമീൻ്റെ ബാഗാണ്. ഇതിന് കുറേ കളറുകളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നമ്മളെടുത്തത് ഈ 2 കുറോമീൻ്റെ ബാഗാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു ബാഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് 120 രൂപയാണ് വരുന്നത്. പക്ഷെ അത് കുറച്ച് കുഞ്ഞിതായതുകൊണ്ട് നമ്മളത് എടുത്തില്ല. പിന്നെ വീട്ടിലത്തെ സാധനങ്ങൾ, ഇങ്ങനെ ടോയ്ലറ്റ് കഴുകുന്ന സാധനങ്ങളും ഹാർപ്പിക് അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ, തുടയ്ക്കുന്ന സാധനം, പ്ലേറ്റ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അനിയത്തിയും കസിനൊക്കെ ആണെങ്കിൽ ഓടി കളിക്കുമായിരുന്നു അവിടെ. ഈ സാധനങ്ങൾക്കും ഓൾമോസ്റ്റ് നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് ചില്ല് പാത്രവും കുറേ സാധനങ്ങളൊക്കെ അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ കുപ്പിയും കുറേ സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നമ്മൾ എടുത്തില്ല. പിള്ളേരൊക്കെ ചെന്നിട്ട് സാധനങ്ങളൊക്കെ മാന്തി വലിച്ചെടുത്തൊക്കെ നോക്കുമായിരുന്നു. പിന്നെ നമ്മൾ ട്രേ നോക്കി. ട്രേ ഒന്നും എടുത്തില്ല. നമ്മൾ എജുമാട്ടിക്ക് ഇനി പോകുമ്പോൾ ട്രേ എടുക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ നോക്കി. ചില്ലിൻ്റെ ബൗളൊക്കെ ഭയങ്കര കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഓഫറും ഉണ്ടായിരുന്നു. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം തന്നെയായിരുന്നു. കുട്ടിപ്പാട്ടങ്ങൾ മൊത്തം കളിപ്പാട്ടത്തിൻ്റെ സ്ഥലത്തായിരുന്നു. ഒക്കെയും വലിച്ച് പൊട്ടിച്ച് നോക്കുമായിരുന്നു. ഞാൻ പിന്നെ ഈ ഒരു ബോൾ മാത്രം ഒന്ന് ഇങ്ങനെ സ്ക്വീഷ് ചെയ്ത് നോക്കി. അപ്പോൾ എൻ്റെയും ഫേവറേറ്റ് ഭാഗം ഇതാണ്. എനിക്ക് ബുക്കിൻ്റെയും പേനയുടെയും സെക്ഷൻ പ്രത്യേകിച്ച് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നെ നമ്മൾ വീണ്ടും തിരിച്ചിറങ്ങി വീണ്ടും നമ്മുടെ കണ്ണടയുടെ ഭാഗത്തി. അവിടെ ചെന്നപ്പോൾ ഞാൻ കുറച്ച് മിറർ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ബില്ലടിക്കാൻ ഉള്ള സ്ഥലത്തേക്ക് ചെന്നു. ബില്ലടിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്ന ഫ്രണ്ടിൽ തന്നെ നമുക്ക് കുറേ ഷാർപ്പനറും പശയും അങ്ങനത്തെ കുറേ കളറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നെയിം സ്ലിപ്പ്, ഇതിനും ഒക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ബൈ 1 get 1 അങ്ങനെയൊക്കെ എന്തോ ആണെന്ന് തോന്നുന്നു. നമ്മളെടുത്തത് തന്നെ ഈ ഒരു ചില്ലിൻ്റെ ബൗളും പിന്നെ ഇതൊക്കെയാണ്. നമ്മളങ്ങനെ ബില്ലടിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു പുതിയ ഇവിടുത്തെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങോട്ടൊന്ന് പോകണം. എനിക്ക് ഓവർ സൈസ് ടീഷർട്ട് നോക്കാനാണ് ഞാൻ അങ്ങോട്ട് പോയത്. കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നിയ ഡ്രസ്സിനും ജീൻസിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. ഓവർ സൈസ് ടീഷർട്ടിന് കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. പിന്നെ കുറച്ച് ഡാമേജ് ഉള്ളതുകൊണ്ട് നമ്മളവിടെ നിന്ന് എടുത്തില്ല. ഈ ഭാഗത്തൊക്കെയാണ് അത് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മളത് ഇവിടെ കിടന്ന് തപ്പി. അങ്ങനെ ഇത് സാധനമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബട്ട് നൂലൊക്കെ അതിൻ്റെ പൊന്തി കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ അതും കൊടുത്തില്ല. പിന്നെ നമ്മൾ കുറച്ച് പാൻറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കാൻ പോയി. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി നമ്മൾ തിരിച്ച് പറയപ്പോൾ നമ്മൾ മേടിച്ച സാധനം ഇത്രയ്ക്ക് മാത്രം മേടിച്ചോളൂ.
അങ്ങനെ നമ്മൾ വണ്ടിയിലോട്ട് കയറാൻ പോവാണ് ഗൈസ്. വണ്ടിയിലോട്ട് കയറി നമ്മൾ പെട്ടെന്ന് നമ്മൾ വീടെത്തി. ചാലക്കുടിയിലാണ് ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇനിയും ബുക്സും സാധനങ്ങളൊന്നും മേടിക്കാത്തതുണ്ടെങ്കിൽ എന്നും കിട്ടും വന്ന് നോക്കുക. അത്യാവശ്യം നല്ല ഓഫറൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു. ഇപ്പോൾ ഈ കറുപ്പ ഞാനൊന്ന് കൈ തെറ്റി വീഡിയോ ഇങ്ങനെ വന്നതാണ്. പിന്നെ ഞാനത് എഡിറ്റ് ചെയ്തപ്പോഴും പോയില്ല, അപ്പോൾ ക്ഷമിക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് മേടിക്കാൻ ഒരു സൈഡിൽ നമ്മൾ നിർത്തി. അങ്ങനെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിച്ചു. അപ്പോഴത്തേനും മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. നന്നായിട്ടല്ല, എന്നാലും നനയുന്ന അത്രയും പെയ്യുന്നുണ്ടായിരുന്നു മഴ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. പച്ചക്കറികളൊക്കെ മേടിച്ചു. ഞാനിപ്പം മഴ വീഡിയോ പിടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി നിന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് കുറച്ചൊക്കെ അന്ന് ക്രിസ്പെല്ലോടെ കുറച്ച് മിഠായും പിന്നെ മാങ്ങ ഉപ്പിലിട്ടതും പിന്നെ നെയ്ച്ചോറുണ്ടായിരുന്നു. കസം വെട്ടിക്ക് വന്നല്ലോ, അപ്പം നമ്മളത് പ്രമാണിച്ച് വെച്ചതാണ് കേട്ടോ. നെയ്ച്ചോറും ബീഫും ഉണ്ടായിരുന്നു. ബീഫൊക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ പിന്നെയും തിരിച്ചു പോയി വീഡിയോ എടുത്താണ്. ഞാൻ പിന്നെ മസാലയൊക്കെ ഇടാണ്ട് ന്യൂഡിൽസ് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ അതാണ് നൂഡിൽസ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കുള്ള എൻ്റെ വ്ളോഗ്. ടാറ്റാ, ബൈ ബൈ.